നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊലപാതക കേസിലെ പ്രതി റിമാൻഡിലിരിക്കെ മരിച്ചു. ശശിമല ഓലിക്കടവത്ത് രവീന്ദ്രനാണ് മരിച്ചത്. മരണം ഇന്ന് കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇടത് ഗവൺമെന്റിന്റെ മദ്യ നയത്തിനെതിരെ UDF പ്രതിഷേധ ധർണ. പലതരം പനികൾക്കൊപ്പം ജില്ലയിൽ ചൂടുപനിയും പടരുന്നു. ചീരാൽ പഞ്ചായത്തിൽ 10ഓളം പേർക്ക് ചൂടുപനി. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യം എത്താത്തത് സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേട്. ലോക് ജനശക്തി പാർട്ടി പ്രക്ഷോഭത്തിന്. അരിവേൽ ഭൂതാനത്ത് നിരാലംബയായ 58-കാരിക്ക് APL റേഷൻ കാർഡ്. റമളാൻ അവസാന 10ലേക്ക്. പുണ്യം പിറന്ന ഒറ്റയൊറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് വിശ്വാസികൾ. പനമരം ബസ്തിപ്പയിൽ കോളനി വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ പഠനം ബാലികേറാമല. വാർത്തകൾ വിശദമായി. കൊലപാതക കേസിലെ പ്രതി റിമാൻഡിലിരിക്കെ മരിച്ചു. പുൽപ്പള്ളി ശശിമല പള്ളിത്താഴത്ത് ഓലിക്കടവത്ത് രവീന്ദ്രനാണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. മകളുടെ ഭർത്താവിന്റെ അമ്മയായ ആലുമൂട്ടിൽ ആനന്ദവല്ലി എന്ന കാർത്തിയായനിയെ കഴിഞ്ഞ മാർച്ച് 25-നാണ് രവീന്ദ്രൻ വീട്ടിൽ കയറി കോടാലി കൊണ്ട് വെട്ടിക്കൊന്നത്. ആനന്ദവല്ലി തന്റെ മകളെ ദ്രോഹിക്കുന്നതിനുള്ള പ്രതികാരമായാണ് ഇയാൾ ആനന്ദവല്ലിയെ കൊന്നതെന്ന് പറയുന്നു. വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെയാണ് രവീന്ദ്രൻ മരിച്ചത്. വീട്ടമ്മയെ വീട്ടിൽ കയറി കൊട്ടി കൊലപ്പെടുത്തിയ സംഭവം നാടിനെ നടുക്കിയിരുന്നു. കൊലപാതകത്തെ തുടർന്ന് പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്ത രവീന്ദ്രനെ കോടതി റിമാൻഡ് ചെയ്ത് മാനന്തവാടി ജില്ലാ ജയിലിലേക്ക് അയച്ചിരുന്നു. എന്നാൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങളാൽ വലഞ്ഞിരുന്ന രവീന്ദ്രനെ ചികിത്സാ സൌകര്യാർത്ഥം മാനന്തവാടി ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് അസുഖം മൂർച്ഛിച്ചതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് ഇന്ന് പുലർച്ചെ മരിക്കുകയുമായിരുന്നു. രാധയാണ് രവീന്ദ്രന്റെ ഭാര്യ. രജിത, രജീഷ് എന്നിവർ മക്കളും രമേശൻ, അനുപമ എന്നിവർ മരുമക്കളുമാണ്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ഇടതു സർക്കാരിന്റെ തെറ്റായ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് UDF ബത്തേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബത്തേരിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സ്വതന്ത്ര മൈതാനിയിൽ DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. KK അബ്രഹാം അധ്യക്ഷനായിരുന്നു. T മുഹമ്മദ്, KL പൗലോസ്, NM വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ കൂട്ടായ്മ നടക്കുകയാണ്. ഈ പ്രതിഷേധ കൂട്ടായ്മ ഒരു സൂചനാ സമരമാണ്. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ഇടതു സർക്കാരിന്റെ തെറ്റായ മദ്യനയത്തിനെതിരെ UDF കൽപ്പറ്റയിലും ധർണ നടത്തി. കൽപ്പറ്റ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ HIM UP സ്കൂൾ പരിസരത്ത് നടന്ന ധർണ ജില്ലാ കൺവീനർ CP വർഗീസ് ഉദ്ഘാടനം ചെയ്തു. PPA കരീം, T ഉഷാകുമാരി, KK അഹമ്മദ് ഹാജി, PP അലി തുടങ്ങിയവർ സംസാരിച്ചു. BPL ആകുമ്പോൾ ഇപ്പൊ അതിന്റെ ഗതികേട് എന്താണെന്ന് വെച്ചാൽ റേഷനിക്ക് മറ്റേ ഇത് കിട്ടൂല, ബാങ്കിന് ലോണ് കിട്ടൂല, അതുപോലെ മറ്റു സൗകര്യങ്ങളൊക്കെ നിർത്തി BPL ആയിക്കോ റേഷൻ കഴിയും കിട്ടും. പക്ഷെ അന്നേരം ഇപ്പോ BPL ഇപ്പൊ APL ആവുന്നുണ്ട്. വെള്ളക്കാരനാക്കാൻ വേണ്ടി നടക്കാൻ ചെറിയ ആൾക്കാർ. ഞാനിപ്പോ ഏതാണ് വെള്ളക്കാർഡുകാരൻ. പക്ഷെ റേഷൻ കൂടുതൽ കാശ് കൊടുത്ത റേഷൻ കടയിൽ നിന്ന് വരുമ്പോ വെള്ളക്കാർഡുകാർക്ക്. രാത്രിയാത്രാ നിരോധനം പ്രതിഷേധം ശക്തമാക്കി ഫ്രീഡം ടു മൂവ്. നിരോധനത്തിന്റെ 8ാം വാർഷിക ദിനത്തിൽ കയ്പുനീര് കുടിച്ച് പ്രതിഷേധിച്ചു. അനിശ്ചിതകാല വഴിതടയലിൽ നിന്ന് നീക്കം. ദേശീയപാത 766 ഏർപ്പെടുത്തിയിരിക്കുന്ന രാത്രിയാത്രാ നിരോധനം നീക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഫ്രീഡം ടു മൂവിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി നിരോധനം ഏർപ്പെടുത്തിയതിന്റെ 8ാം വാർഷിക ദിനത്തിൽ കയ്പുനീർ കുടിച്ചാണ് കൂട്ടായ്മ പ്രതിഷേധം അറിയിച്ചത്. നിരോധനം നീക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല വഴിതടയൽ ആരംഭിക്കാനും കൂട്ടായ്മ തീരുമാനിച്ചിട്ടുണ്ട്. സുപ്രീംകോടതി സീനിയർ അഭിഭാഷകന് കേസ് ചുമതല ഏൽപ്പിക്കുക, അഭിഭാഷക പാനലിനെ നിയമിക്കുക, കർണാടകയുമായി മന്ത്രിതല ചർച്ച നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ഫ്രീഡം ടു മൂവ്. കയ്പുനീർ കുടിക്കലിനും പ്രതിഷേധ പ്രകടനത്തിനും ഭാരവാഹികളായ AK ജിതൂഷ്, TG ചെറുതോട്ടിൽ, സഫീർ പഴേരി, യഹിയ ചാനക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ന്യൂസ്, ബത്തേരി. കൈവശക്കാർക്ക് പട്ടയം നൽകുക, മുടങ്ങിക്കിടക്കുന്ന കർഷക പെൻഷൻ വിതരണം ചെയ്യുക, വന്യമൃഗശല്യം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം പ്രവർത്തകർ മാനന്തവാടി RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷക സംഘം ജില്ലാ സെക്രട്ടറി K ശശാങ്കൻ ഉദ്ഘാടനം ചെയ്തു. A ജോണി അധ്യക്ഷനായിരുന്നു. ജസ്റ്റിൻ ബേബി, ചന്തു മാസ്റ്റർ, KM വർക്കി, CU എലമ്മ, PG വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടോ ഉദ്യോഗസ്ഥന്മാര് വിചാരിച്ചാൽ ഒരു സ്ഥാപനത്തെ, ഒരു ഓഫീസിനെ ആകെ സമൂഹത്തിന്റെ മധ്യത്തിൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാപനമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട്
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മഹാഭൂരിപക്ഷവും ഈ സർക്കാരിന്റെ കാഴ്ചപ്പാടിനനുസരിച്ചുകൊണ്ട് കൃഷിക്കാരെ എങ്ങനെ അവരുടെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാം എന്ന് സർക്കാർ അതിനാവശ്യമായ നിലപാടുമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ നിലപാടുകൾ പലതരം പനികൾക്കൊപ്പം ജില്ലയിൽ ചൂടുപനിയും പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ട്. ചിരാൽ വരിക്കേരി കോളനിയിലും പരിസരങ്ങളിലുമായി 10ഓളം പേർക്കാണ് ചൂടുപനി റിപ്പോർട്ട് ചെയ്തത്. ചികിത്സയ്ക്ക് ഇവർ ആശുപത്രിയിൽ പോവുകയോ ആരോഗ്യ പ്രവർത്തകർ ഇവരുടെ വീട് സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല. വയനാട്ടിൽ പലതരം പനികൾ വ്യാപിക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതിനിടെയാണ് ചൂടുപനി വിവരങ്ങൾ പുറത്തുവരുന്നത്. വളരെ കഠിനമായ തരത്തിലാണ് പലർക്കും രോഗം ബാധിച്ചത്. ജില്ലയിൽ ഈ മാസം ഇതുവരെ പനി ബാധിച്ച് 6285 പേർ ചികിത്സ തേടി. കഴിഞ്ഞ വർഷം 2 പേർക്ക് മാത്രം സ്ഥിരീകരിച്ച H1N1 ഇത്തവണ 84 പേർക്കാണ് കണ്ടെത്തിയത്. 10 പേർക്ക് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചു. 401 പേരാണ് മഞ്ഞപ്പിത്തത്തിന്റെ പിടിയിൽപ്പെട്ടത്. മഞ്ഞപ്പിത്തം ബാധിച്ച് 6 പേരും ഡിഫ്തീരിയ പിടിപെട്ട് ഒരാളും മരിച്ചു. ഗുരുതരമല്ലാത്ത മഞ്ഞപ്പിത്തമാണ് ബാധിച്ചതെങ്കിലും രോഗികൾ മരിക്കാനിടയായ സാഹചര്യം ആരോഗ്യവകുപ്പ് പരിശോധിച്ചു വരികയാണ്. യഥാസമയം ചികിത്സയെടുക്കുന്നതിൽ രോഗികൾ കാണിക്കുന്ന വീഴ്ചയാണ് പല കേസുകളിലും രോഗം സങ്കീർണമാക്കിയത്. വയനാട് ന്യൂസ്, ചീരാൽ. മഴക്കാല രോഗങ്ങൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുവെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും കൽപ്പറ്റയിൽ സർക്കാർ ഓഫീസ് വക കൊതുക് വളർത്തൽ കേന്ദ്രം. കൽപ്പറ്റ PWD റോഡ്സ് വിഭാഗം ഓഫീസിന് മുന്നിലാണ് ടാർവീപ്പുകളിൽ കൊതുകുകൾ വളരുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. റോഡരികിൽ നിരത്തിവെച്ച 100-നടുത്ത് ടാർവീപ്പുകളിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. വില്ലേജ് ഓഫീസ്, പ്രസ് ക്ലബ്ബ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളാണ് ഈ റോഡിൽ പ്രവർത്തിക്കുന്നത്. ദിനംപ്രതി 100 കണക്കിന് ആളുകൾ ഇതുവഴി കടന്നുപോകുന്നുണ്ട്. എന്നാൽ ഓഫീസിന് മുന്നിൽ തന്നെ കൊതുകുകൾക്ക് വാസസ്ഥലമൊരുക്കി തെറ്റായ സന്ദേശം നൽകുകയാണ് PWD അധികൃതർ. ആരോഗ്യമേഖലയിൽ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പാക്കിയ ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള 2015-16 വർഷത്തെ ജില്ലാതല ആരോഗ്യ കേരളം പുരസ്കാരം എടവക ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ അവാർഡ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ഏറ്റുവാങ്ങി. 2ാം സ്ഥാനം ലഭിച്ച പൂതാടി പഞ്ചായത്ത് 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മുഖ്യമന്ത്രി സമ്മാനിച്ചു. ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തന മികവ്, വിദ്യാർത്ഥികൾക്ക് ആരോഗ്യരംഗത്ത് നൽകിയ സേവനങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ പരിഗണിച്ചാണ് എടവക പഞ്ചായത്തിന് അവാർഡ് നൽകിയതെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മികച്ച ആരോഗ്യ പദ്ധതിക്കുള്ള അംഗീകാരമാണ് വയനാട് ജില്ലയിൽ എടവക ഗ്രാമപഞ്ചായത്തിന് 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. പ്രശംസാ പത്രവും 5 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ശില്പവുമാണ് ലഭിച്ചിട്ടുള്ളത്. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ വിജയൻ, ഭാരവാഹികളായ ജിൽസൺ തൂപ്പുങ്കര, ആമിന അവറാൻ, ആശാ മോജോ, സെക്രട്ടറി MR പ്രഭാകരൻ, NK രാജീവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി സുബ്രഹ്മണ്യൻ, വൈസ് പ്രസിഡന്റ് ശ്രീജ സാബു, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് പുൽപ്പാറ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ദിവാകർ എന്നിവരാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയത്. വയനാട് ന്യൂസ്, മാനന്തവാടി, പുൽപ്പള്ളി. 1.5 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മലപ്പുറം ചെറുകാവ് ഏരിയത്ത് ആബിദ്, ഭാര്യ സെലീന എന്നിവരാണ് മുട്ടിൽ പരിയാരത്ത് കൽപ്പറ്റ പോലീസിന്റെ പിടിയിലായത്. 2 മാസമായി മുട്ടിൽ പരിയാരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഇവർ വിദ്യാർത്ഥികൾക്കടക്കം കഞ്ചാവ് വിൽക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് കൽപ്പറ്റ ജനമൈത്രി പോലീസ് SI CR ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കുമ്പോഴാണ് പിടിയിൽപ്പെട്ടത്. ഇവരിൽ നിന്ന് 1.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. പ്രതികളെ നാളെ വടകര നാർക്കോട്ടിക് സെല്ലിന് കൈമാറും. ഇന്ന് പകല് 2 വിദ്യാർത്ഥികൾ കഞ്ചാവ് വാങ്ങാനെന്നുള്ള ഇതിൽ മോട്ടോർ സൈക്കിളിൽ വരുന്നത് കണ്ട് അവരെ ഫോളോ ചെയ്തതിന് പ്രകാരം പരിയാരത്തുള്ള താമസിക്കുന്ന വാടക വീട്ടിൽ എടുത്ത് താമസിക്കുന്ന ഒരു ഭർത്താവും ഭാര്യയും കവറ് കൈമാറുന്നത് കാണുകയും അത് ട്രേസ് ചെയ്ത് നോക്കിയതിൽ അവരുടെ വീട്ടിൽ കയ്യിൽ നിന്നും 1.5 കിലോയോളം കഞ്ചാവ് പിടിക്കുകയും ചെയ്തു. ഇവർ മലപ്പുറം സ്വദേശികളാണ്. ഭർത്താവ് മലപ്പുറം സ്വദേശിയാണ്. 1 വർഷത്തോളമായിട്ട് വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഇവിടെ കച്ചവടം നടത്തുകയാണ്. ഭാര്യ തിരുനെല്ലിക്കാരിയാണെന്ന് പറയുന്നു. അപ്പോൾ കൂടുതൽ ഇവരിൽ നിന്ന് ചോദിച്ചാൽ മാത്രമേ ഇവർക്ക് എവിടുന്നാണ് കിട്ടുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പോലീസ് അതിന്റെ അന്വേഷണത്തിലാണ്. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്താത്തത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കാരണമാണെന്ന് ലോക് ജനശക്തി പാർട്ടി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സിവിൽ സപ്ലൈസിന്റെയും ഭക്ഷ്യവകുപ്പിന്റെയും കെടുകാര്യസ്ഥതയാണ് ഇതിന് പിന്നിൽ. ഇതിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തനിച്ചു കഴിയുന്ന നിരാലംബിയായ 58-കാരിക്ക് ലഭിച്ചത് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള റേഷൻ കാർഡ്. മീനങ്ങാടി പഞ്ചായത്തിലെ അരിവയൽ, ഭൂതാനം, നെല്ലിക്കണ്ടത്തിൽ ബിയാത്തൂരിനാണ് APL റേഷൻ കാർഡ് ലഭിച്ചത്. 25 വർഷം മുമ്പ് സ്ഥലം വിട്ടുപോയ ആളുടെ പേര് വരെ കാർഡിലുണ്ട്.
ഭൂദാനത്ത് പതിറ്റാണ്ടുകളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ബിയാത്തു എന്ന 58-കാരിക്കാണ് ദാരിദ്ര്യമേഖലയ്ക്ക് മുകളിലുള്ള റേഷൻ കാർഡ് ലഭിച്ചത്. തകർന്നു വീഴാറായ കൂരയ്ക്കുള്ളിലാണ് രോഗി കൂടിയായ ഇവരുടെ തനിച്ചുള്ള താമസം. രോഗത്താൽ കൂലിപ്പണിക്ക് പോലും പോകാൻ കഴിയാത്ത ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് സമീപവാസികളാണ്. രോഗത്തിനു പുറമെ കേൾവിശേഷിയും ഇവർക്കില്ല. മറ്റുള്ളവരുടെ സഹായത്താൽ കഴിയുന്ന ഇവർക്കാണ് അധികൃതരുടെ തെറ്റായ നടപടി മൂലം APL കാർഡ് ലഭിച്ചത്. APL കാർഡ് നൽകിയതിനു പുറമെ കഴിഞ്ഞ 25 വർഷമായി സ്ഥലത്തില്ലാത്ത ആളുടെ പേരും ഈ റേഷൻ കാർഡിൽ ചേർത്തിട്ടുണ്ട്. കാർഡ് APL ആയതിനാൽ സർക്കാരിന്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കില്ല. 40 വർഷത്തോളമായി ഈ ഉമ്മ ഈ പ്രദേശത്ത് താമസിക്കുന്നത്. അഗതിയാണ്. ആ ഉമ്മക്ക് കിട്ടിയത് ഇപ്പോൾ വെള്ളക്കാർഡാണ്. എത്രയും പെട്ടെന്ന് സപ്ലൈ ഓഫീസർ ഇതിന് നടപടി സ്വീകരിക്കണമെന്ന് ആദ്യമായി പറയുകയാണ്. അതേപോലെ തന്നെ ഇന്നേ വരെ ഒരു പഞ്ചായത്തിന്റെ ആനുകൂല്യം കിട്ടാത്തൊരു ഉമ്മയാണ്. പല ഗ്രാമസഭകളിലും പല സമയങ്ങളിലും വീടിന് അപേക്ഷ കൊടുത്തിട്ട് ഈ ഉമ്മയെ പഞ്ചായത്ത് ഭരണസമിതി അവഗണിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ സാഹചര്യത്തിൽ ഇവരുടെ കാർഡ് BPL ആക്കി നൽകി ഇവർക്ക് ആവശ്യമായ സഹായം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നാണ് ബിയാത്തുവിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. വയനാട് ന്യൂസ്, ബത്തേരി. കനാലുകൾ തകർന്നത് കാരണം പാഴായി കിടക്കുന്ന കന്നാരമ്പുഴ ജലസേചന പദ്ധതി കനാലുകൾ നന്നാക്കി പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമുയരുന്നു. 57 ഹെക്ടർ സ്ഥലത്ത് വെള്ളമെത്തിക്കാൻ 1977 തുടങ്ങിയ പദ്ധതിയാണ് കനാലുകൾ തകർന്ന് ഉപയോഗരഹിതമായി കിടക്കുന്നത്. 150ഓളം കർഷകർക്ക് പുഞ്ച നഞ്ച നെൽകൃഷി സാധ്യമാക്കുന്നതിനാണ് 4 കിലോമീറ്ററിലേറെ നീളമുള്ള കനാൽ നിർമ്മിച്ച് ജലമെത്തിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. പൂതാടി പഞ്ചായത്തിലെ ചീയമ്പത്ത് വെള്ളം സംഭരിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. കനാലിന്റെ പല ഭാഗങ്ങളും തകർന്നു കിടക്കുകയാണ്. ഇത് നന്നാക്കാൻ ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു തുള്ളി വെള്ളം പോലും ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച തോടിൽ ഒഴുകിയെത്തിയില്ല. കനാൽ നവീകരിക്കണമെന്ന് പാടശേഖര സമിതി ആവശ്യപ്പെട്ടിരുന്നു. ഇത്തവണ കൃഷി ഇറക്കണമെങ്കിൽ കന്നാരമ്പുഴയിലെ വെള്ളം കിട്ടണം. അതിന് കനാൽ നന്നാക്കേണ്ടതുണ്ട്. പൂതാടി പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഭാഗങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കനാൽ നവീകരണം തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് നീക്കി കനാൽ നന്നാക്കുകയാണ് ചെയ്യുന്നത്. പുൽപ്പള്ളി പഞ്ചായത്തിലെ കനാൽ ഭാഗം നന്നാക്കിയാൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകൂ എന്നാണ് കർഷകർ പറയുന്നത്. നെൽകൃഷി ചെയ്യണമെങ്കിൽ കന്നാരമ്പുഴ ജലസേചന കനാലിൽ വെള്ളം എത്തിയില്ലെങ്കിൽ ഈ പ്രദേശത്തെ ഒരു കൃഷിക്കാരന് പോലും നെൽകൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. ഈ കനാൽ 77 പണി പൂർത്തീകരിച്ചതിന് ശേഷം ഇതുവരെ കാര്യമായ മെയിൻ്റനൻസ് വർക്കുകളൊന്നും ഈ കനാലിന് ചെയ്തിട്ടില്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലും പഞ്ചായത്തിലും ത്രിതല പഞ്ചായത്തുകളിലുമൊക്കെ പാടശേഖര സമിതി പല തവണ നിവേദനം നൽകിയെങ്കിൽ പോലും നാളിതുവരെ ഈ ജലസേചന കനാൽ റിപ്പയർ ചെയ്യുന്നതിനോ കൃഷിക്കാരെ സഹായിക്കുന്നതിനോ നടപടിയുണ്ടായിട്ടില്ല. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കും മുമ്പ് റോഡ് തകർന്നു. മാനന്തവാടി നഗരസഭയിലെ അമ്പുകുത്തി ജെസി റോഡിലാണ് നിർമ്മാണത്തിലെ അപാകത കാരണം പല ഭാഗങ്ങളിലും റോഡുകൾ തകർന്ന വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. 2016-17 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷങ്ങൾ ചെലവഴിച്ച് മാനന്തവാടി നഗരസഭ ടാറിംഗ് പ്രവൃത്തികൾ നടത്തിയ റോഡാണ് തകർന്നത്. മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് ഇത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനടയായും ഈ റോഡിലൂടെയാണ് പോകുന്നത്. റോഡ് ഗതാഗതയോഗ്യമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും നിർമ്മാണത്തിൽ നടത്തിയ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് മാനന്തവാടി മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. ഇതിന് വേണ്ട നടപടി ബന്ധപ്പെട്ട അധികാര ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാവണം. ഉണ്ടായില്ല എങ്കിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായ ഒരു സമര പരിപാടിയുമായിട്ട് മുനിസിപ്പാലിറ്റിയെ സമീപിക്കുമെന്നും ഇതിൽ വന്ന അഴിമതി ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത വിജിലൻസിനുണ്ട്. യൂത്ത് കോൺഗ്രസ് തീർച്ചയായിട്ടും വിജിലൻസിന് പരാതി കൊടുത്തുകൊണ്ട്. വയനാട് വിഷൻ, മാനന്തവാടി. മേപ്പാടി ടൗണിലെ നടപ്പാതകൾ പലയിടത്തും തകർന്ന നിലയിൽ. അറ്റകുറ്റപ്പണി നടത്തിയിട്ട് വർഷങ്ങളായി. വിദ്യാർത്ഥികളടക്കം അപകടത്തിൽപ്പെടുന്നതും വീണ് പരിക്കേൽക്കുന്നതും പതിവായിട്ട് പോലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന പരാതി. മഴക്കാലത്ത് അഴുക്കുചാലിൽ വെള്ളം നിറയുന്നതോടെ നടപ്പാതകൾ കൂടുതൽ അപകടകാരികളാകുമെന്നാണ് ആശങ്ക. മേപ്പാടി ടൗണിലെ അഴുക്കുചാലുകൾ നവീകരിച്ചിട്ട് 1.5 പതിറ്റാണ്ടായി. കാലപ്പഴക്കം കാരണമാണ് അഴുക്കുചാലിന് മുകളിലെ കോൺക്രീറ്റ് നടപ്പാത തകർന്നത്. തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ പരാതിപ്പെടാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി. പൊതുമരാമത്ത് വകുപ്പിനാണ് നടപ്പാതകളുടെ ചുമതല. പഞ്ചായത്തിന് അറ്റകുറ്റപ്പണികൾ നടത്താം. എന്നാൽ പൊതുമരാമത്ത് വകുപ്പും പഞ്ചായത്തും അനാസ്ഥയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയാണ്. പഴയതായി പൊട്ടിപ്പൊളിഞ്ഞ് ഏത് സമയത്തും നടന്നു പോകാൻ കാലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടുന്ന് അങ്ങോട്ട്
മൊത്തത്തിൽ അങ്ങനെയാണ്. പൊളിഞ്ഞ നടപ്പാതയിൽ നാട്ടുകാർ വീണ് പരിക്കുപറ്റുന്നത് തുടരുകയും ചൂരൽമല ജംഗ്ഷനിൽ അടഞ്ഞുകിടക്കുന്ന വ്യാപാര സ്ഥാപനത്തിന് മുൻപിലും മാർക്കറ്റിന് മുൻവശത്തും KB റോഡിൽ ഒരു ഭാഗത്തും നടപ്പാതകൾ തകർന്നു കിടക്കുകയാണ്. മിക്ക വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിലും സ്ലാബുകൾ തകർന്നെങ്കിലും വ്യാപാരികൾ സ്വന്തം ചെലവിൽ ഇവ നവീകരിക്കുകയാണ് ചെയ്തത്. മഴ ശക്തിപ്പെടുന്നതിന് മുൻപ് നടപ്പാത നവീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. പുൽപ്പള്ളിയിലെ ഷെഡ് മുള്ളംകുഴി റോഡരികിൽ മരവ്യാപാരികൾ ലോഡ് കണക്കിന് മരം ലോറിയിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമായി. മുള്ളംകുഴി, പുൽപ്പള്ളി, പൂതാടി പഞ്ചായത്തുകളിൽ നിന്ന് വാങ്ങുന്ന മരങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുള്ള ഇടമായി വ്യാപാരികൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളും യാത്രക്കാരും തിങ്ങിയ വഴിയോരം. പലതവണ പരാതിയും ആക്ഷേപങ്ങളും അപകടങ്ങളും ഉണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതരോ പൊതുമരാമത്ത് വകുപ്പോ ഈ നിയമലംഘനം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. മരം ലോഡ് കണക്കിന് റോഡരികിൽ ഇറക്കി വെച്ചിരിക്കുന്നത് കാരണം വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനോ യാത്രക്കാർക്ക് വഴിയൊഴിഞ്ഞു നടക്കാനോ കഴിയുന്നില്ല. സ്കൂൾ സമയങ്ങളിൽ വാഹനങ്ങളുടെയും കുട്ടികളുടെയും തിരക്കു സമയങ്ങളിലാണ് ഏറെ ദുരിതം. സ്വന്തം നിലയിൽ മരം സ്റ്റോക്ക് ചെയ്യാൻ മരവ്യാപാരികൾ സ്ഥലം കണ്ടെത്തേണ്ടതാണ്. എന്നാൽ അത് ചെയ്യാതെ നിരുത്തരവാദപരമായി റോഡരികിൽ മരം തള്ളുന്ന വ്യാപാരികളെ സഹായിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് അധികൃതർക്ക്. നിരവധിയായ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. ഒന്ന്, റോഡ് വളരെ ശോച്യാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ റോഡിന്റെ സൈഡ് ഇറങ്ങിപ്പോകേണ്ടുന്ന സാഹചര്യം വരുമ്പോൾ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അധികാരികളുടെ സത്വരമായ നടപടി ഈ പ്രശ്നത്തിലുണ്ടാകുകയും ഈ അനധികൃതമായി കുമ്പാരം കൂട്ടിയിട്ടിരിക്കുന്ന സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കും. ഉദ്യോഗസ്ഥരും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. പൊതുസ്ഥലം അനധികൃതമായി കയ്യേറി മരം സ്റ്റോക്ക് ചെയ്യുന്ന വ്യാപാരികൾക്കും ഒത്താശ ചെയ്യുന്നവർക്കുമെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ബത്തേരി ചുങ്കത്തെ മുനിസിപ്പാലിറ്റി ഷോപ്പിംഗ് കോംപ്ലക്സ് ചോർന്നൊലിക്കുന്നു. സർക്കാർ സ്ഥാപനങ്ങളും പ്രസ് ക്ലബ്ബും അടക്കം നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഭാഗത്താണ് കെട്ടിടം ചോർന്നൊലിക്കുന്നത്. കാലപ്പഴക്കവും കെട്ടിടത്തിന് മുകളിൽ ഒഴിവാകാതെ വെള്ളം കെട്ടിക്കിടക്കുന്നതുമാണ് നനഞ്ഞൊലിക്കാൻ കാരണം. ബത്തേരി ട്രൈബൽ ഓഫീസ്, താലൂക്ക് ലൈബ്രറി, പ്രസ് ക്ലബ്ബ്, പത്ര ഓഫീസ് എന്നിവ പ്രവർത്തിക്കുന്ന രണ്ടാം നിലയാണ് ചോർന്നൊലിച്ച് അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. മേൽക്കൂരയിൽ നിന്നും വെള്ളം തറയിലേക്ക് കിരിഞ്ഞിറങ്ങി രണ്ടാം നിലയുടെ റൂഫ് ഭാഗം പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മുകളിൽ നിന്നും വീണ് തറയിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ ചവിട്ടി വേണം ഇവിടെ എത്തുന്നവർക്ക് വിവിധ ഓഫീസുകളിലോ സ്ഥാപനങ്ങളിലോ എത്താൻ. ഈ അവസ്ഥ നിരവധി തവണ അധികൃതരെ അറിയിച്ചുവെങ്കിലും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മാറ്റാൻ നടപടികൾ ഉണ്ടായിട്ടില്ല. കെട്ടിടം നനഞ്ഞൊലിക്കുന്നതിന് പുറമെ പല ഭാഗങ്ങളിലും മേൽക്കൂരയുടെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നതും പതിവാണ്. ഈ സാഹചര്യത്തിൽ കെട്ടിടം നവീകരിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യം. ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ വെള്ളം വീണിട്ടും ഈ ബിൽഡിങ്ങുകൾ പൊളിഞ്ഞു വീണിട്ടും ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ബിൽഡിങ്ങും പൊട്ടി വീണിട്ട് പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ മേലെ നിന്നുള്ള വെള്ളം കിരിഞ്ഞിറങ്ങി താഴെ മുഴുവൻ അഴുക്കായിട്ട് അത് ചവിട്ടിയിട്ട് നിന്നിട്ടാണ് ആൾക്കാർ ഓഫീസുകളിൽ കയറി പോകുന്നത്. ഇതിനൊരു അധികൃതർ നടപടി സ്വീകരിക്കണം. വയനാട് ന്യൂസ്, ബത്തേരി. അമ്പലവയലിന്റെ ചരിത്രശേഷിപ്പുകളായ നിസാൻ ഹട്ടുകൾ സംരക്ഷിക്കാൻ നടപടികളില്ല. അവശേഷിക്കുന്ന നിസാൻ ഹട്ടുകളെങ്കിലും സംരക്ഷിക്കണമെന്ന ആവശ്യമായിരുന്നു. അമ്പലവയലിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപവും മ്യൂസിയത്തിന് മുൻവശത്തുമായിട്ടാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച 4 നിസാൻ ഹട്ടുകൾ ഉണ്ടായിരുന്നത്. ഇവയിൽ 2 പൂർണ്ണമായും നിലംപൊത്തി. അവശേഷിക്കുന്ന 2 സാമൂഹ്യവിരുദ്ധരുടെ താവളവും മറ്റുമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവശേഷിക്കുന്ന നിസാൻ ഹട്ടിന്റെ മേൽക്കൂരകൾ പല സ്ഥലങ്ങളിൽ പൊളിഞ്ഞ് നശിച്ചു തുടങ്ങി. 1947-50 കാലഘട്ടങ്ങളിൽ അമ്പലവയലിൽ ജോലിക്കെത്തിയിരുന്നവർക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടിയായിരുന്നു നിസാൻ ഹട്ടുകൾ നിർമ്മിച്ചത്. വൻ വികസനങ്ങൾ വന്നപ്പോൾ ചരിത്രശേഷിപ്പുകൾക്ക് എവിടെയും ഇടമില്ലാതായി. ഹെറിറ്റേജ് മ്യൂസിയത്തിന് സമീപമുള്ള നിസാൻ ഹട്ടുകൾ പുരാവസ്തു വകുപ്പോ ഗ്രാമപഞ്ചായത്തോ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന് ആവശ്യമുയരാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. എന്നാൽ ഒരിക്കൽ പോലും ഗ്രാമപഞ്ചായത്തോ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളോ ഇത് ശ്രദ്ധിക്കാറുപോലുമില്ല. ഇനിയെങ്കിലും ഇവ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാന്റെ അവസാന 10ലേക്ക് കടന്ന വിശ്വാസികൾ. നരകമോചനത്തിന്റെ 10 എന്നറിയപ്പെടുന്ന ഈ ദിവസങ്ങളിലെ ഒറ്റയൊറ്റ രാവുകൾക്കാണ് 1000 ദിവസങ്ങളെക്കാൾ പുണ്യമേറിയ ലൈലത്തുൽ ഖദർ. നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചും ഖുർആൻ പാരായണവും സക്കാത്തും വർദ്ധിപ്പിച്ചും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ. 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ലൈലത്തുൽ ഖദറിനെ വരവേൽക്കാൻ മുസ്ലിം മതവിശ്വാസികൾ പുണ്യ റമളാനിന്റെ 3-ാം 10ലേക്ക് കടന്നു. നരകമോചനത്തിന്റെ ദിവസങ്ങൾ കൂടിയാണ് വന്നണഞ്ഞിരിക്കുന്നത്. ഏക ഇലാഹിനായി ഭക്ഷണപാനീയങ്ങൾ വർദ്ധിച്ചും വികാരങ്ങൾ അടക്കിയും പ്രാർത്ഥനാനിരതനായ വിശ്വാസി 3-ാം 10ലേക്ക് കടന്നതോടെ പ്രാർത്ഥനകൾ അധികരിപ്പിച്ച് സ്രഷ്ടാവിലേക്ക് കൂടുതലായി അടുക്കും.
ഇതിനായി പള്ളികളിൽ ഈത്തിക്കാഫ് ഇരിക്കലും അഥവാ ഭജന ഇരിക്കലും വർദ്ധിപ്പിക്കും. കൂടാതെ നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചും ഖുർആൻ പാരായണത്തിൽ സദാസമയം മുഴുകിയും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും ഏക ഇലാഹിലേക്ക് വിശ്വാസികൾ കൂടുതൽ അടുക്കുന്ന ദിവസങ്ങളാണ് ഇനി. പകലന്തിയോളം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് വികാരങ്ങളടക്കി ആത്മസംസ്കരണം നടത്തി പൂർണ്ണത പ്രാപിക്കുമ്പോൾ വാനലോകത്തു നിന്നും അനുഗ്രഹത്തിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ലൈലത്തുൽ ഖദർ രാവിനെ പ്രതീക്ഷിക്കാൻ മുഹമ്മദ് നബി അരുൾ ചെയ്ത ദിവസങ്ങൾ കൂടിയാണ് സമാഗതമായിരിക്കുന്നത്. സമൂഹത്തിന് വലിയ പാഠങ്ങൾ നൽകുന്ന ആരാധനാ ക്രമങ്ങളാണ് പരിശുദ്ധമായ പള്ളികളിലും മുസ്ലിം വീടുകളിലും സമൂഹത്തിലും പൊതുവെ നടക്കാനുള്ളത്. ദൈവികമായ പ്രീതിയിൽ ഈ രാവുകൾ ഉപയോഗപ്പെടുത്താൻ നമ്മളെല്ലാവരും ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത് ഇനിയുള്ള രാവുകളെ പരിപൂർണമായ ആരാധനയിൽ സജീവമാക്കാൻ തയ്യാറാവണമെന്നാണ്. അവസാന പത്തിലെ ഒറ്റയൊറ്റ രാവുകളിൽ ഇത് പ്രതീക്ഷിക്കാനും എന്നാൽ റമദാൻ 27-ാം രാവിനെ ലൈലത്തുൽ ഖദറിനെ കൂടുതൽ പ്രതീക്ഷിക്കാനുമാണ് നബിവചനം. ഈ പുണ്യരാവിന്റെ അനുഗ്രഹം നേടാൻ എല്ലാ വിശ്വാസികളും തയ്യാറായി കഴിഞ്ഞു. 3-ാം പത്തിലേക്ക് കടന്നതോടെ സമൂഹ നോമ്പുതുറ കൂടുതൽ സജീവമാവും. കൂടാതെ റിലീഫ് പ്രവർത്തനങ്ങളും പള്ളികളിൽ രാത്രികാല മതപ്രഭാഷണങ്ങളും ഉണ്ടാവും. നരകമന്ദിരത്തിന്റെ അവസാന പത്തിൽ അള്ളാഹുവിനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ച് ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹം തേടുകയാണ് വിശ്വാസികൾ. വയനാട് ന്യൂസ്, അമ്പലവയൽ. നോമ്പുതുറയ്ക്കുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കി ദമ്പതികളായ ഹാരിസും ഷബാനയും ബത്തേരി തൊട്ടപ്പംകുളം ചീനപ്പുല്ല് ചൂരിയൻ വീട്ടിലാണ് നോമ്പുതുറയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ തയ്യാറാവുന്നത്. പള്ളികളിലും വീടുകളിലും സ്ഥാപനങ്ങളിലും ആവശ്യമനുസരിച്ച് വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോമ്പു തുറക്കുമ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഹാരിസിന്റെ വീട്ടിൽ തയ്യാർ. കാരക്ക, തരിക്കഞ്ഞി മുതൽ സ്വാദിഷ്ടമായ ഉന്നക്കായ, കായ്പോള, ചിക്കൻ റോൾ, ചട്ടിപ്പത്തിരി, പഴം നിറച്ചത്, റൊട്ടി നിറച്ചത്, കല്ലുമുക്കായ നിറച്ചത് തുടങ്ങിയ നിരവധി വിഭവങ്ങളാണ് ഈ വീട്ടിൽ നോമ്പ് ദിനങ്ങളിൽ തയ്യാറാവുന്നത്. ഓർഡർ അനുസരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതും ഇവർ തന്നെയാണ്. രാവിലെ മുതൽ തന്നെ അന്നന്നത്തെ നോമ്പ് തുറയ്ക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത് ഹാരിസും ഭാര്യ ഷബാനയും ചേർന്നാണ്. ഇവർക്ക് സഹായികളായി സൗദയും ശോഭയും ഒപ്പമുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഹാരിസ് ഇത് ചെയ്തു വരികയാണ്. ഇവരുണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് ഏറെയും ആവശ്യക്കാർ പള്ളികൾ, വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ്. ജീവിത തിരക്കിൽ നോമ്പ് തുറക്കാൻ വീടുകളിൽ എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് ഏറെ അനുഗ്രഹമാണ് ഈ ദമ്പതികളുടെ പ്രവർത്തനം. 3 വർഷമായിട്ട് ഇത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഒരുവിധം എല്ലാ സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ബേക്കറിയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ പള്ളികളിൽ, വീടുകളിലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവിധ ഓർഡറുകൾ, ഡെസേർട്ട് ഐറ്റംസ്, ബിരിയാണി, ഫ്രൈഡ് റൈസ്, അങ്ങനെ എല്ലാ ഐറ്റംസുകളും കൊടുക്കുന്നുണ്ട്. സഹായത്തിനായി 2 പേരുണ്ട്. വയനാട് ന്യൂസ്, ബത്തേരി. ന്യൂസ് ഇമ്പാക്ട്. 1 വർഷമായി നിർമ്മാണം മുടങ്ങിക്കിടന്ന ചീരാൽ കായക്കുന്ന് നായിക്ക കോളനിയിലെ മണിയുടെ വീടിന്റെ നിർമ്മാണ ജോലികൾ പുനരാരംഭിച്ചു. വീടിന്റെ തറ മാത്രം കെട്ടി കരാറുകാരൻ മുങ്ങിയതും സാരിത്തുണ്ടും ചണച്ചാക്കും പ്ലാസ്റ്റിക് ഷീറ്റും മറച്ചുണ്ടാക്കിയ ഒറ്റമുറിക്കുരയിൽ മണിയുടെ ഭാര്യ ബിന്ദു പ്രസവിച്ചതും 6-അംഗ കുടുംബത്തിന്റെ ഭാഗധേയങ്ങൾ ഒറ്റമുറിക്കുരയിൽ നിർണ്ണയിക്കപ്പെടുന്നതും വയനാട് ന്യൂസ് ചീരാൽ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചീരാൽ പഞ്ചായത്ത് അധികൃതരും ട്രൈബൽ വകുപ്പും ഇടപെട്ടാണ് മണിയുടെ വീട് നിർമ്മാണം പുനരാരംഭിച്ചത്. വാർത്തയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥരും മണിയുടെ വീട് സന്ദർശിച്ചിരുന്നു. ശോചനീയാവസ്ഥ നേരിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കുടുംബത്തിനു വേണ്ടി അധികൃതർ ആശ്വാസ സഹായ നടപടികൾ തുടങ്ങിയത്. പണി 1 വർഷമായിട്ട് പിന്നെ അങ്ങനെ പൊളിഞ്ഞു കിടന്നതാണ്. പിന്നെ ഇപ്പോൾ പെരപ്പണി തുടങ്ങി. മണിയുടെ വിധവയായ അമ്മ കുള്ളിക്ക് പെൻഷൻ പോലും ലഭിക്കുന്നില്ലെന്ന കാര്യവും വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉടൻ ഉണ്ടാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മുൻപ് തീപിടുത്തത്തിൽ പെൻഷൻ ലഭിക്കുന്നതിന് ആസ്പദമായ രേഖകൾ കത്തിപ്പോയതാണ് പെൻഷന് തടസ്സമായതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. ന്യൂസ് ഇമ്പാക്ട്. മേപ്പാടി അട്ടമല എസ്റ്റേറ്റ് പാടികളിൽ നിന്ന് മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളിന്റെ അക്ഷരമുറ്റത്തെത്തിയ ആസാം പണിക്കാരുടെ മക്കൾക്ക് സഹായഹസ്തവുമായി ഐഡിയ സെല്ലുലാറിന്റെ വയനാട് ഏരിയ മാനേജർ ഷിബു സാമുവൽ രംഗത്തെത്തി. ദാരിദ്ര്യം വീർപ്പുമുട്ടിക്കുന്ന കോളനികളിൽ നിന്ന് മലയാളം സ്കൂളിൽ പഠിക്കാനെത്തിയ 21 കുട്ടികൾക്ക് ഐഡിയ സ്കൂൾ ബാഗും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഐഡിയ ഭാരവാഹികൾക്ക് പ്രേരണയായത് ആസാം കുട്ടികൾ ക്ലാസ് മുറികളിലെത്തിയത് സംബന്ധിച്ച വയനാട് ന്യൂസ് വാർത്തയാണ്. മുണ്ടക്കൈ LP സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും PTA കമ്മിറ്റിയും മുൻകൈയെടുത്താണ് ആസാം കുട്ടികളെ സ്കൂളിലെത്തിച്ചത്. കുട്ടികളുടെ രക്ഷിതാക്കൾ 2 വർഷം മുമ്പ് അട്ടമലയിൽ എസ്റ്റേറ്റ് ജോലികൾക്ക് ആസാമിൽ നിന്ന് എത്തിയ തൊഴിലാളികളാണ്.
സ്വദേശത്തുനിന്ന് വേരറ്റുപോയെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങരുതെന്ന് പ്രദേശത്തെ മനുഷ്യസ്നേഹികളുടെ താൽപര്യമാണ് 21 കുട്ടികളെ മുണ്ടക്കൈ LP സ്കൂളിൽ എത്തിച്ചത്. ഇതേക്കുറിച്ച് വയനാട് ന്യൂസ് മേപ്പാടി ബ്യൂറോ നൽകിയ റിപ്പോർട്ടാണ് ഐഡിയ സെല്ലുലാർ സെയിൽസ് വിഭാഗം ഏരിയ മാനേജറുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. സ്കൂൾ ബാഗ് ഉൾപ്പെടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി മേപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈന ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നിസാർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപകൻ MT മാത്യു, ഐഡിയ ഏരിയ സെയിൽസ് മാനേജർ ഷിബു സാമുവൽ, നൌഫൽ, അനൂപ് സി, സെയ്ദലവി തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമിൽ നമുക്ക് കണ്ടിരുന്നു. ഇത് ആസാമീസിൽ നിന്നുള്ള കുട്ടികളെ LP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്കൂൾ തിരഞ്ഞെടുക്കാനും ഇവിടെ എത്തുവാനും സാധിച്ചത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പഠനങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷൈജ മാഡം, പ്രധാനാധ്യാപകർ എല്ലാവരും പങ്കെടുത്തിരുന്ന ചടങ്ങിലായിരുന്നു. PTA മെമ്പേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ പരിപാടി ഒരു വിജയമാക്കി തീർക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. പ്രത്യേകിച്ച് വയനാട് ന്യൂസ്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. പനമരം ബസ്തിപ്പൊയിൽ കോളനിയിലെ വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ പഠനം ബാലികേറാമല. കോളനിയിൽ നിന്ന് കാൽനടയായി 5 കിലോമീറ്റർ നടന്ന് ഹൈസ്കൂളിലെത്താൻ കഴിയാത്തതിനാൽ ഭൂരിഭാഗം കുട്ടികളും പഠനം UP ക്ലാസ് കഴിയുന്നതോടെ അവസാനിപ്പിക്കുന്നു. ഹൈസ്കൂളിലെത്താൻ വിദ്യാർത്ഥികൾക്ക് വാഹനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഇതുവരെ പരിഗണിച്ചില്ലെന്ന് ആക്ഷേപം. പനമരം പഞ്ചായത്തിലെ 19ാം വാർഡിൽപ്പെട്ട പാലുകുന്ന് ബസ്തിപ്പൊയിൽ പണിയ കോളനിയിൽ 20ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. തൊട്ടടുത്ത കൊളത്തറ കോളനിയിലും ഇത്രയും കുടുംബങ്ങൾ താമസമുണ്ട്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിലുള്ള പാലുകുന്ന് LP സ്കൂളിലേക്കും 3 കിലോമീറ്റർ ദൂരമുള്ള അഞ്ചുകുന്ന് UP സ്കൂളിലേക്കും ഗോത്രസാരഥി പദ്ധതി പ്രകാരമുള്ള വാഹനം വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനായി കോളനിയിലെത്താറുണ്ട്. എന്നാൽ UP സ്കൂൾ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് 5 കിലോമീറ്റർ അകലെയുള്ള പനമരം ഹൈസ്കൂളിലെത്താൻ കാൽനട മാത്രമാണ് ആശ്രയം. മാതോത്ത് കാക്കത്തോട് വഴി 5 കിലോമീറ്റർ നടന്ന് സ്കൂളിലെത്താനുള്ള പ്രയാസം കാരണം UP സ്കൂളിനപ്പുറം വിദ്യാഭ്യാസം കോളനിയിലെ ഭൂരിഭാഗം പേർക്കും അന്യമാവുകയാണ്. മുൻ വർഷങ്ങളിൽ നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും വാഹനം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് പരാതി. പിന്നെ പനമരം സ്കൂളിലേക്ക് പോകാൻ വണ്ടിയില്ല. 5 സ്കൂളിലേക്കും 4 സ്കൂളിലേക്കും പോകാൻ വണ്ടിയുണ്ട്. അത് ദൂരം കൊണ്ട് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പലയിടത്ത് സ്കൂളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 8 മണിക്കുള്ളിൽ മക്കൾ അവിടെ എത്തണം. അപ്പോൾ ഇവിടുന്ന് മക്കൾ എണീറ്റ് തന്നെ 8 മണിയാവുന്നുണ്ട്. 8 മണിക്ക് മുന്നേ മക്കൾക്ക് അവിടെ എത്താൻ അവർക്ക് പറ്റാത്ത കൊണ്ടാണ് അവർ പറ്റുന്ന ദിവസം പോകുന്നുണ്ട്, പറ്റാത്ത ദിവസം പോകുന്നില്ല. ആദിവാസി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് മുന്തിയ പരിഗണന കൊടുക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും പ്രഖ്യാപനങ്ങൾ പ്രവൃത്തിയിലെത്തുന്നില്ലെന്നാണ് കോളനി നിവാസികളുടെ അനുഭവം. ബിച്ചു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. ബിനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുളിയമ്മാക്കൽ ട്രസ്റ്റ്, കോട്ടക്കുന്ന് റെസിഡൻഷ്യൽ അസോസിയേഷൻ, ബത്തേരി ജോയിന്റ് RTO ഓഫീസ് എന്നിവ സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പരിപാടി പുളിയമ്മാക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ PM ജോയ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് S കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. പഠന കിറ്റുകളുടെ വിതരണം ബത്തേരി MVI റോണി നിർവഹിച്ചു. ഡോക്ടർ PC റോയി, HM MB സാബു, ജ്യോതികുമാർ, സാലിഖ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കശാപ്പ് നിയന്ത്രണ ഉത്തരവിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഷറഫ് മുട്ടിൽ വയനാട് ന്യൂസിനോട് പറഞ്ഞു. ഉത്തരവ് കേരളത്തിലെ 10,000-കണക്കിന് ഭക്ഷണ പാചക തൊഴിലാളികളെയും ഇവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കുമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിലയിരുത്തിയതായി അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് ഹാരിസ് കൊട്ടാരത്തിൽ അധ്യക്ഷനായിരുന്നു. 10,000-കണക്കിന് തൊഴിലാളികളും അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളും ഈ കാലയളവിൽ തന്നെ വളരെ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. ആയതുകൊണ്ട് തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന സംസ്ഥാനത്ത് ഉടനീളം തന്നെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ തൊഴിലാളികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാത് വകുപ്പുകൾ, സർക്കാരുകൾ ഉൾപ്പെട്ടുകൊണ്ട് പരിഹരിക്കപ്പെടണമെന്നാണ് സംഘടനയുടെ KSCWയുടെ ആവശ്യം. സ്ഥലം മാറിപ്പോകുന്ന വയനാട് വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് വാർഡൻ P ധനേഷ് കുമാറിന് ജീവനക്കാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഫോറസ്റ്റ് IB ഗജയിൽ നടന്ന പരിപാടിയിൽ സീനിയർ സൂപ്രണ്ട് ഷുക്കൂർ അധ്യക്ഷനായിരുന്നു. റിട്ടയർഡ് ഫോറസ്റ്റ് കൺസർവേറ്റർ MI വർഗീസ്, കൃഷ്ണദാസ്, ആശാലത, സജികുമാർ രൈരോത്ത്, P ധനേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊലപാതക കേസിലെ പ്രതി റിമാൻഡിലിരിക്കെ മരിച്ചു. ശശിമല ഓലിക്കടവത്ത് രവീന്ദ്രനാണ് മരിച്ചത്.
മരണം ഇന്ന് കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇടത് ഗവൺമെന്റിന്റെ മദ്യ നയത്തിനെതിരെ UDF പ്രതിഷേധ ധർണ. പലതരം പനികൾക്കൊപ്പം ജില്ലയിൽ ചൂടുപനിയും പടരുന്നു. ചീരാൽ പഞ്ചായത്തിൽ 10ഓളം പേർക്ക് ചൂടുപനി. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യം എത്താത്തത് സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേട്. ലോക് ജനശക്തി പാർട്ടി പ്രക്ഷോഭത്തിന്. അരിവേൽ ഭൂതാനത്ത് നിരാലംബയായ 58-കാരിക്ക് APL റേഷൻ കാർഡ്. റമളാൻ അവസാന 10ലേക്ക്. പുണ്യം പിറന്ന ഒറ്റയൊറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് വിശ്വാസികൾ. പനമരം ബസ്തിപ്പയിൽ കോളനി വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ പഠനം ബാലികേറാമല. ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.